വിഴിഞ്ഞത്ത് നടക്കുന്ന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? ഫിറോസ്, ആദ്യം പരിഗണിച്ചത് അദാനി ഗ്രൂപ്പിന്റെ ഹർജിയായിരുന്നു. അദാനി ഗ്രൂപ്പ് നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യമാണ് തങ്ങൾക്ക് സംരക്ഷണം നൽകണം എന്നുള്ളത്. അത് തന്നെയാണ് ഇന്നും അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, വിഴിഞ്ഞത്ത് സംഘർഷാവസ്ഥയുണ്ട് എന്ന കാര്യം കൂടി അദാനി ഗ്രൂപ്പ് സൂചിപ്പിക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമാണ് സമരക്കാർ ഈ പദ്ധതി പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദാനി ഗ്രൂപ്പ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഇത്രയധികം ചെലവോടുകൂടി നടത്തുന്ന ഈ ഒരു പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, നേരത്തെയും പലതവണ സർക്കാരിനോട് തങ്ങൾക്ക് സംരക്ഷണം വേണം, തങ്ങളുടെ പദ്ധതി പൂർത്തിയാക്കണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലും അത്തരമൊരു ആവശ്യം അദാനി ഗ്രൂപ്പ് വച്ചിട്ടുണ്ട്. വലിയൊരു നഷ്ടമാണ് ഈ ഒരു പദ്ധതി ഇവിടെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾക്കുണ്ടാവുക എന്നും അദാനി ഗ്രൂപ്പ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, സ്വന്തം നിയമമാണ് ഇപ്പോൾ സമരക്കാർ വിഴിഞ്ഞം ഈ പദ്ധതി പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതേസമയം ഫിറോസ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിന്റെ വാദമാണ് നമ്മളിപ്പോൾ കേട്ടത്. മറ്റൊരു പക്ഷം നോക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗം കൂടി കേൾക്കണം. സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്, അതായത് നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അദാനി ഗ്രൂപ്പിന് പൂർണ്ണ പിന്തുണ നൽകുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതികരണം. 5000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. 3000-ഓളം പ്രക്ഷോഭകരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അവരെ എതിർക്കാനായി ഏകദേശം 5000-ഓളം എന്നൊക്കെയുള്ള കണക്കുകളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിന് മുന്നിൽ സമരക്കാർ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ തങ്ങളുടെ വാദം ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, വീണ്ടും അദാനി ഗ്രൂപ്പിന് സംരക്ഷണം നൽകും എന്ന തരത്തിൽ തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫിറോസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. അതായത്, കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സംരക്ഷണയിൽ നിർമ്മാണം പൂർത്തീകരിക്കും എന്ന് തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമരക്കാർ സമരമുഖത്തേക്ക് ഇറങ്ങുമ്പോൾ പോലീസിനെ വെച്ചുകൊണ്ട് സമരക്കാരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിർമ്മാണം പൂർത്തിയാക്കുമെന്ന തരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിന്റെ പരാതി സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ നോക്കി